പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഊട്ടി യാത്രയിലെ ഏറ്റവും സ്പെഷ്യലായ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോം സ്റ്റേ ദേവശോല എന്നറിയപ്പെടുന്ന ബംഗ്ലാവിലായിരുന്നു. ബംഗ്ലാവ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലൊക്കെ കാണാറുള്ള ചുറ്റും ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞ എല്ലാ സൗകര്യമുള്ള ഒരു കുഞ്ഞു വീട്. ദേവശോല മാംഗോ ഹിൽ എന്നറിയപ്പെടുന്ന ഈ ഹോം സ്റ്റേ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ കൂനൂരിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 6000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വർഷം മുഴുവൻ നല്ല കുളിർമയുള്ള കാലാവസ്ഥയായിരിക്കും. കൊലക്കൊമ്പൈ എന്ന സ്ഥലത്തുള്ള പളനിയപ്പ എസ്റ്റേറ്റിലാണ് ഈ ബംഗ്ലാവ് ഉള്ളത്. ഈ ബംഗ്ലാവിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ചുറ്റും നടന്ന് ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ ഞാൻ ചിത്രീകരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീടിനുള്ളിലെ കാഴ്ചകളും നമുക്ക് കാണാം. കൂനൂരിൽ നിന്നും ഞങ്ങൾ ഇവിടേക്ക് എത്തിപ്പെട്ടത് അതിസാഹസികം എന്ന് തന്നെ പറയാം. യാത്രയിലുടനീളം റോഡിനിരുവശവും ഏക്കറുകളോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ, തോട്ടങ്ങളിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന വന്യമൃഗങ്ങൾ, പ്രധാനമായും കാട്ടുപോത്ത്, പച്ചപ്പും ഡാമും അരുവികളുമൊക്കെ കണ്ട് യാത്രയുടെ അവസാന ഘട്ടത്തിൽ, അതായത് ബംഗ്ലാവിലേക്ക് എത്തുന്നതിന് മുന്നേയുള്ള 1/2 കിലോമീറ്റർ ദൂരം കുത്തനെയുള്ള കയറ്റവും ഇടുങ്ങിയ വളഞ്ഞു പൊളഞ്ഞ വഴികളുമായിരുന്നു. എന്തായാലും ഡ്രൈവർ സേഫായി ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചു. നമ്മളിപ്പോൾ കാണുന്നത് ഈ ബംഗ്ലാവിൻ്റെ മുൻവശമാണ് കേട്ടോ. ഈ ബംഗ്ലാവിൻ്റെ പോർട്ടിക്കോയിലിരുന്നാൽ ദൂരെ കോയമ്പത്തൂർ സിറ്റിയും മറുവശത്ത്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ കേരളത്തിലെ മണ്ണാർക്കാട് എന്ന സ്ഥലവും കാണാൻ സാധിക്കും. ഈ വിവരം ഞങ്ങളോട് പറഞ്ഞത് ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. ഇവിടുത്തെ സൂര്യോദയം ആരുടെയും മനം കവരുന്ന കാഴ്ചയാണ്. നീലഗിരി കുന്നുകളുടെ ഇടയിലൂടെ ചുവന്നു തൊടുത്ത സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നഗരത്തിലെ ബഹളങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും നല്ലൊരിടമില്ല എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈ ബംഗ്ലാവിൻ്റെ ഉൾഭാഗം കാണാം. നമ്മൾ ബാക്ക് സൈഡിൽ നിന്നാണ് എൻട്രി ചെയ്യുന്നത്. കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് കിച്ചനാണ്. അതായത് വീട്ടിൻ്റെ ഏറ്റവും പിറകുവശത്താണ് ഈ കിച്ചൺ. ഇവിടെ നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നത് 2 സ്ത്രീകളാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഹോംലി ഫുഡ് തന്നെ ഇവിടെ കിട്ടും. പിന്നീട് നമ്മൾ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് വിശാലമായ ഒരു ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിന് ഇരുവശവും നല്ല സൗകര്യമുള്ള റൂമുകളുണ്ട്. നമുക്കിനി ഈ സൈഡിലുള്ള ബെഡ്റൂമൊക്കെ ഒന്ന് കയറി കാണാം. ഒരു വീട്ടിലെത്തുന്ന സുരക്ഷിതത്വവും കാടിൻ്റെ വന്യതയും ഒത്തുചേരുന്ന ഒരിടം, അതാണ് ദേവശോല ഹോം സ്റ്റേസ്. ഈ വീടിന് ചുറ്റും പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിൽ കാട്ടുപോത്തുകളെയും വന്യജീവികളെയും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ പ്ലാന്റേഷൻ വാക്ക്, ജീപ്പ് സഫാരി എന്നിവയ്ക്കും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശസ്തമായ ഈ ടീ എസ്റ്റേറ്റും ബംഗ്ലാവും പളനിയപ്പ മുതലിയാർ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഏകദേശം 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാരമ്പര്യം ഈ എസ്റ്റേറ്റിനുണ്ട്. ഈ റൂമിലെ കർട്ടൻ പതുക്കെ നീക്കുമ്പോൾ ഗ്ലാസ് ജാലകത്തിലൂടെ പുറത്തെ കാഴ്ചകൾ ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ തെളിഞ്ഞു വരുന്നുണ്ട്. മലനിരകളും വർണ്ണാഭമായ പൂക്കളും നിറഞ്ഞ ഒരു ലോകം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എതിർവശത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. അത് കഴിഞ്ഞ് ഈ ഡൈനിങ് ഹാളിലൂടെ തന്നെ നമുക്ക് ലിവിംഗ് റൂമിലേക്ക് പ്രവേശിക്കാം. ലിവിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് വിശാലമായ പുൽത്തകിടി കാണാം. ഇവിടുത്തെ മനോഹരമായ വ്യൂ പോയിന്റിൽ നിന്നും സെൽഫി എടുക്കാനും ക്യാമ്പ് ഫയറിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ലിവിംഗ് റൂം. പുറത്തേക്കിറങ്ങിയാൽ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. ദൂരെ ഒരു വശത്ത് കോയമ്പത്തൂർ സിറ്റിയുടെ ഭംഗി കാണാം, മറുവശത്ത് മണ്ണാർക്കാടിൻ്റെ വിദൂര ദൃശ്യങ്ങളും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മലനിരകൾ ഈ സ്ഥലത്തെ സ്വർഗതുല്യമായ ഒരു അനുഭവമാക്കി മാറ്റുന്നു. ഈ ഒരു ഊട്ടി യാത്രയുടെ നിരവധി വീഡിയോകൾ ഞാൻ ഇതിനകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയെന്ന് പറയുന്നത് ദൊഡ്ഡബേട്ട വ്യൂ പോയിൻ്റ്, ദൊഡ്ഡബേട്ട ടീ ഫാക്ടറി, കോയമ്പത്തൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്ര, ബോട്ടാണിക്കൽ ഗാർഡൻ ഊട്ടി, കർണാടക ഗാർഡൻ, ലൗഡെയിലിലെ മോഹൻലാലിൻ്റെ വീട്, കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ടോയ് ട്രെയിൻ യാത്ര, ലാംസ് റോക്ക്, സിംസ് പാർക്ക്, തേയിലത്തോട്ടങ്ങൾ മുതൽ കാരറ്റ് ഫാക്ടറി വരെ എന്നിവയാണ്. പ്രകൃതി ഒരുക്കിയ ഈ വിസ്മയ കാഴ്ചകൾ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം വാക്കുകൾക്കപ്പുറമാണല്ലോ. അപ്പോൾ ഇതുവരെ വീഡിയോ കാണാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കണേ. ഊട്ടി യാത്രയുടെ അവസാന വീഡിയോ ആണിത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.